Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay, we start here. Okay, start with prayer. Okay, prayer ആരംഭിച്ചില്ല. എന്താണ് prayer ആരാണ്? പറയൂ. എല്ലാവരും ജോയിൻ ആവുന്നേ ഉള്ളോ? സാജിദയാ മാം, സാജിദ. മാം പ്രയർ ഞാൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടും വർണ്ണമേകിയും ഞങ്ങൾ പാടും കീർത്തനം ഗുരുവരം ഹൃദയരാഗതന്ത്രി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടും Okay, Lupna, and then your sign in. Sign in. Respected teacher and my dear friends, I warmly welcome to my fellow friends and our beloved teacher. We will become an effective Montessori teacher and make a positive impact on the lives of children. Thank you. Then icon of the left ചെയ്തിട്ട് join ചെയ്ത് നോക്കി ഫാത്തിമ. Okay, start ചെയ്യാം കേട്ടോ. നമുക്ക് പിന്നെന്തായിരുന്നു? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ? Yes, ma'am. റെഡിയാണോ എല്ലാവരും? ടെൻഷൻ ഉണ്ടോ? ആരൊക്കെയാണ് ക്ലാസ് എടുക്കാം? ടീച്ചേഴ്സ് എവിടെ? ആരൊക്കെയാണ് പേര് പറയൂ. ഫാത്തിമ കുഴപ്പമില്ല കേട്ടോ. ആരൊക്കെയാണ് പേര് പറയൂ. ടീച്ചേഴ്സിന്റെ പേര് പറയൂ. പ്രസീത, ശ്രീവിദ്യ, വിദ്യ, നിസി. ഓക്കെ, അപ്പൊ 4 പേര് പ്രസന്റ് ആണല്ലോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്യാമറ ഓൺ ചെയ്യണം.
ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. കൂൾ ആയിരിക്കും. ഫസ്റ്റ് ടൈം ആണ്, അപ്പൊ അതിൻ്റെതായ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ആവശ്യമില്ല. ഓക്കെ, കൂളായിട്ട് ക്ലാസ് എടുക്കും കേട്ടോ. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? അപ്പൊ ഫസ്റ്റ് ആരാ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി ഞാനൊന്നും ഇല്ല, ഞാൻ ക്യാമറ ഓഫ് ചെയ്തിരിക്കാം. ഓക്കെ, ഇവിടെ ഉണ്ടാവും കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യും, കാരണം ടീച്ചർ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ക്യാമറ ഓൺ ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ആരാണ് ടീച്ചർ എവിടെ? ഞാനാ മാഡം. ഓക്കെ നിസ്സി, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട, കൂൾ ആയിട്ടിരിക്കൂ. ഓക്കെ, ഇംഗ്ലീഷ് അത്ര വശമില്ല. കുഴപ്പമില്ല, ചുമ്മാ ക്ലാസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ ഉണ്ട്, ഫേസിൽ നല്ലോണം ടെൻഷൻ ഉണ്ട്. കൂൾ ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, Okay. Good afternoon all. Today we learn new chapter, adjective, phrase and adjective clauses. First topic is adjective. What is adjective? An adjective is a word that modifies or describes a noun or pronoun, providing more information about its quality, characteristics and quantity. അതായത് ഒരു വേർഡിനെ കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താ പറയുക, ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നതിനെയാണ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. Adjective answer questions like what kind or how many and can appear before a noun or after a linking verb. നൗണിന് മുമ്പോ അല്ലെങ്കിൽ ഒരു ലിങ്കിങ് വെർബിന് ശേഷമാണ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. കോമൺലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ് ഹാപ്പി, ബിഗ്, റെഡ്, സോഫ്റ്റ്, അങ്ങനെ കളറ്, സൈസ്, അതിന്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കളറിലാണെങ്കിൽ നമ്മൾ റെഡ്, പർപ്പിള്, ബ്ലൂ, അതിപ്പോ റെഡ് കളർ ടോയിന്നോ അല്ലെങ്കിൽ റെഡ് ഷർട്ട്, അങ്ങനെ നമ്മളൊരു വസ്തുവിനെ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. സൈസിലാണെങ്കിൽ ഓൾഡ്, ബിഗ്, സ്മോള്, ടോൾ എന്നൊക്കെ ഉപയോഗിക്കാം. ക്വാണ്ടിറ്റിയിലാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ നമ്പേഴ്സ് ആയിരിക്കും അതിൽ വരിക. 3 അല്ലെങ്കിൽ 16, 15 എന്നൊക്കെ വരും. പിന്നെ എന്താ പറയാ, നമ്മളതിൽ എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഐ ലൈക്ക് ഓൾഡ് ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹൗസിനെയാണ് നമ്മൾ എന്താ പറയാ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾഡ് ആണ് നമ്മുടെ അഡ്ജക്റ്റീവ്. പിന്നെ ഷീ വേർ പർപ്പിൾ ഷർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഷർട്ട് ആണ് നൗൺ ആയിട്ട് വരിക. പർപ്പിൾ കളറാണ് നമ്മളവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഷർട്ടിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിരിക്കുന്നത് കളർ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വിച്ച് ടോയ് ഈസ് എ ലാർജ്, അത് ഒരു ക്വസ്റ്റ്യൻ ചോദ്യം നമുക്ക് സെന്റൻസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താ, ഒരു പ്ലേസ് 2 ടോയ്സ് ഓൺ ദ ടേബിൾ, ലെറ്റ് വൺ ഓഫ് ദം ബി റെഡ് ആൻഡ് ലാർജ് ആൻഡ് ദി അതർ യെല്ലോ ആൻഡ് സ്മോൾ. അതായത് ചുമന്നതും വലുതുമായിട്ടുള്ള ഒരു ടോയും പിന്നെ മഞ്ഞ കളറിൽ ഒരു സ്മോൾ ടോയും ആണ് ഉണ്ടാവുക. അപ്പൊ അതിൽ നമുക്ക് വിച്ച് ടോയ്സ് ആർ ലാർജ്, വിച്ച് ടോയ്സ് ആർ സ്മോൾ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതില് പ്രെഡിക്കേറ്റീവ്ലി ആൻഡ് അട്രിബ്യൂട്ടീവ് ഒബ്ജക്റ്റീവ്, അങ്ങനെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. അതായത് നമ്മൾ നൗണിന് മുമ്പാണെങ്കിൽ a predicative adjective is an object that follows a linking verb and modifies the subject of a sentence. ലിങ്കിങ് വെർബിന്റെ കൂടെ, അതായത് സബ്ജക്റ്റ് പ്ലസ് ലിങ്കിങ് വെർബ് പ്ലസ് predicative adjective ആണ് നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുക. അതായത് നൗണിന് മുമ്പ് അല്ലെങ്കിൽ ലിങ്കിങ് വെർബിന് ശേഷമാണ് അഡ്ജക്റ്റീവ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കോഫി ടേസ്റ്റഡ് ബിറ്റർ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കോഫിയാണ്. ഇപ്പൊ ലിങ്കിങ് വെർബ് വരിക ടേസ്റ്റഡ് ആണ്, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബിറ്റർ ആണ്. പിന്നെ അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പം അത് നൗണിന് മുമ്പായിരിക്കും വരിക. അതായത് മൈ യങ്ങർ ബ്രദർ ഈസ് എ ഡോക്ടർ. അപ്പൊ അതിൽ യങ്ങർ ആണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്.
പിന്നെ നമ്മള് ബുക്കിൽ എന്താ ബുക്ക് ഈസ് എ ബിഗ് ആൻഡ് ദാറ്റ് വൺ ഈസ് എ സ്മോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെ പിന്നെ ദിസ് ഇസ് എ ബിഗ് ബുക്ക് ആൻഡ് ദാറ്റ് ഈസ് എ സ്മോൾ വൺ. ഇൻ ബോത്ത് സെന്റൻസ് ദ വേർഡ്സ് ബിഗ് ആൻഡ് സ്മോൾ ആർ അഡ്ജക്റ്റീവ്സ്. ഇതിൽ രണ്ട് സെന്റൻസും ഒരേ അർത്ഥം തന്നെയാണ്. അതിൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബിഗ് ആൻഡ് സ്മോൾ ആണ്. ബട്ട് ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ദീസ് വേർഡ്സ് ആർ യൂസ്ഡ് പ്രെഡിക്കേറ്റീവ്ലി ആൻഡ് സെക്കൻഡ് ദേ ആർ യൂസ്ഡ് അട്രിബ്യൂട്ടീവ്ലി. ആദ്യത്തേൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, അതായത് ലിങ്കിങ് വെർബിന് ശേഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് വന്നിരിക്കുന്നത് നൗണിന് മുമ്പായിട്ടാണ്. അപ്പൊ അതിനെ അട്രിബ്യൂട്ടീവ്ലി അഡ്ജക്റ്റീവ് എന്നും പറയുന്നു. ഓക്കെ മാം. ഓക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി, എത്ര ഓക്കെ നെക്സ്റ്റ് ആരാ? മാം എടുത്തത് എങ്ങനെ കുഴപ്പമുണ്ടായിരുന്നോ? ഞാനല്ലോ പറയാം. കുഴപ്പം ഇതിൽ നമുക്ക് കുഴപ്പമൊന്നും പറയാനില്ല. കാരണം ആയിരുന്നോ? അല്ല അങ്ങനെ തന്നെ ആയിരുന്നോ പറയേണ്ടിയിരുന്നേ? എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ടീച്ചറായിട്ട് ക്ലാസ് എടുക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ നെസ്സിക്ക് അതിൻ്റെതായ കുറച്ച് ടെൻഷൻ ഉണ്ട്. ക്ലാസ് എടുക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. അത് ശരിക്കും ക്ലാസ് എടുക്കുന്നതിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതർവൈസ് എല്ലാം ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, ഞങ്ങളോട് ചോദിക്കും, സ്റ്റുഡൻസിനോട് ചോദിച്ചു, ആരോട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കും. ക്ലിയർ ആണ് നെസ്സി? ഓക്കെ ആണ് കേട്ടോ. നെക്സ്റ്റ് ആരാ ക്ലാസ് എടുക്കുന്നേ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സും ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സും പറഞ്ഞു, അത് രണ്ടും ഒരു സെന്റൻസിൽ തന്നെ വരുമോ? രണ്ട് സെന്റൻസ് ആണല്ലോ. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനോ പ്രോനൗണിനെയോ അല്ലെ, നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് അതിൽ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇപ്പൊ മീര എന്ന് പറയുന്നത് നൗൺ ആയി. ഓക്കെ, അതിന് പകരം ഷീ പറയാലോ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പൊ ഷീ എന്താണ്? പ്രോനൗൺ ആണ്. അപ്പൊ നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Adjective is a word that modifies or describes a noun or pronoun. Adjective is a word that modifies or describes a noun or pronoun. Okay, അപ്പോൾ adjective എന്താണെന്ന് മനസ്സിലായി. ഇനി പ്രെഡിക്കേറ്റീവ് ആട്രിബ്യൂട്ടീവ് ആണ് മനസ്സിലാക്കേണ്ടത്. ഒരു സെന്റൻസിൽ എന്തായാലും ഒരു സെന്റൻസിൽ തരുമോ അല്ലേ, this book is big and that one is small എന്ന് പറയുന്ന ബുക്കാണ് അവിടെ നൗൺ ആയിട്ട് വരുന്നത്. അപ്പൊ നൗണിന് ശേഷം വരുന്ന ബിഗ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ, ഈ ബിഗും സ്മോൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ ബിഗ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കും, ബിഗിനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ അപ്പൊ ദിസ് ബുക്ക് ഈസ് ബിഗ് എന്ന് പറയുമ്പോൾ ഈ ബിഗ് വന്നിരിക്കുന്നത്, അതായത് ഈ അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത് നൗണിന് ശേഷമാണെങ്കിൽ അതെന്താണ്? പ്രെഡിക്കേറ്റീവ് ആണ് അല്ലെ. നൗണിന് മുൻപാണെങ്കിലോ ആട്രിബ്യൂട്ടീവ് ആണ്. അത്രയേ ഉള്ളൂ. രണ്ട് സെന്റൻസ് സെയിം മീനിങ് ആണ്, പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന്, പ്രെഡിക്കേറ്റീവും ആട്രിബ്യൂട്ടീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഈ നെക്സ്റ്റ് ആരാ ക്ലാസ് എടുക്കുന്നേ? ശരിക്കും ഇത് ഞാനിങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇപ്പൊ പറയില്ലായിരുന്നു. എല്ലാവരും ശേഷം നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ പറയാറുള്ളൂ. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് എല്ലാവരും ഇനി റെഡി ആയിട്ടിരിക്കുക. എന്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ മ്യൂസിക് പോർഷൻ കഴിയുമ്പോൾ അടുത്ത ടീച്ചറിനെ വിളിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ് അവരെടുക്കും. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. ഡൗട്ട്സ് എല്ലാം ലാസ്റ്റ് ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കാം. എന്നിട്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ മാത്രം എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഞാനാണ് മാം, ശ്രീവിദ്യ. ശ്രീവിദ്യ സ്റ്റാർട്ട് കേട്ടോ. ക്യാമറ ഓൺ ചെയ്യണോ? പിന്നെ ടീച്ചർ ക്യാമറ ഓൺ ചെയ്യണ്ടേ? ഓക്കെ, ഞാൻ ആദ്യമായിട്ടല്ലേ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ഹായ് ശ്രീവിദ്യ.
എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ എന്നെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറയാനായിട്ട് പരമാവധി. പറയാൻ ടെൻഷൻ അടിക്കണ്ട. എന്തിനാ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? കൂളായിട്ട് ക്ലാസ് നിങ്ങളെ ക്ലാസ് റൂമിലാണെന്ന് വിചാരിക്കും. നിങ്ങൾ ടീച്ചറായിട്ട് ക്ലാസ് റൂമിലാണ്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇത്രയും മാത്രം ചിന്തിക്കുക. ഇവിടെ ഞാനില്ല. ഓക്കെ, ടീച്ചറും സ്റ്റുഡൻസും മാത്രം. ആ രീതിയിൽ ക്ലാസ് എടുക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടോ. അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് വെച്ചാൽ വിശേഷണ വാക്യങ്ങൾ. ലെറ്റ് ടു ബുക്സ് ബിലോങ്ങിങ് ടു ടു പേഴ്സൺ be placed in different positions, one on the table and the other in a bag. അതായത് രണ്ട് പുസ്തകങ്ങൾ വ്യത്യസ്ത വ്യക്തികൾക്ക് ഉള്ളതാണെന്ന് കരുതുക. അതിലൊന്ന് മേശപ്പുറത്തുള്ളതും മറ്റൊന്ന് ബാഗിനുള്ളിലുള്ളതും. ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഫോർ എക്സാമ്പിൾ, വിച്ച് പെൻ ഈസ് യുവേഴ്സ്? ദ പെൻ ഓൺ ദ ടേബിൾ ഈസ് മൈൻ. ഏത് പേനയാണ് നീനയുടേത്? മേശപ്പുറത്തുള്ള പേന എന്റേതാണ്. അതേപോലെ ഏത് പേനയാണ് ഹൃദയുടേത്? വിച്ച് പെൻ ഈസ് റിദാസ്? ദ പെൻ ഇൻ ദ ബോക്സ് ഈസ് റിദ. ബോക്സിലുള്ള പേന ഹൃദയുടേതാണ്. പിന്നെ വരുന്നത് എലിസിറ്റ് മോർ എക്സാമ്പിൾ ആസ് ഇൻ ദ ഫോളോയിങ് പാറ്റേൺ. കടയ്ക്ക് സമീപമുള്ള ബാലൻ കൃഷ്ണൻ ആണ്. ദ മാൻ ഇൻ ദ കോർണർ ഈസ് രാജു. മൂലയിൽ നിൽക്കുന്ന മനുഷ്യൻ രാജു ആണ്. ദ വുമൺ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗാർഡൻ ഈസ് റീന. തോട്ടത്തിന് മുൻവശത്ത് നിൽക്കുന്ന സ്ത്രീ റീനയാണ്. മുകളിലുള്ള ഓരോ വാക്യത്തിലും, അതായത് in each of the above sentence, the word underlined helps to identify the noun preceding them and hence they are called adjective phrases. ഓരോ വാക്യത്തിലും അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾക്ക് അവയ്ക്ക് മുൻപുള്ള നാമങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതിനെയാണ് വിശേഷണ വാക്യങ്ങൾ അഥവാ അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നത്. എനിക്ക് ഇത്രയും പറയാനറിയുള്ളൂ. എനിക്ക് ഇതിക്കുള്ള വിശദീകരിക്കാൻ അറിയില്ല മിസ്സേ. ക്ലിയർ ചെയ്യുന്നോ? എന്താണ് ഭയങ്കര സൈലന്റ് ആണുള്ള ക്ലാസ്? എന്ത് ചെയ്യും? ശരിക്കും ക്ലാസ് കേൾക്കാൻ പറ്റണ്ടായിരുന്നില്ല. നെറ്റ് കട്ടായി ഇതായിക്കൊണ്ടിരിക്കണായിരുന്നു. അവിടുത്തെ കുഴപ്പമാണ് തോന്നണേ. ക്ലാസ് എടുത്ത ആളുടെ മറ്റേ ക്ലാസ് നല്ലോണം കേൾക്കാൻ പറ്റണ്ടായിരുന്നു. കട്ട് ചെയ്ത് പോയി. ശ്രീവിദ്യ ഒന്നുകൂടെ പറയാമോ? ചിലപ്പോ ആരും കേട്ടിട്ടുണ്ടാവില്ല. ശരി മിസ്. ഓക്കെ. Let two books belonging to two person be placed in different position, one of the table and the other in a bag. രണ്ട് പുസ്തകങ്ങൾ വ്യത്യസ്ത വ്യക്തികൾക്കുള്ളതാണെന്ന് കരുതുക. അതിലൊന്ന് മേശപ്പുറത്തുള്ളതും മറ്റൊന്ന് ബാഗിനുള്ളിലുള്ളതും. വിച്ച് പെൻ ഈസ് യുവേഴ്സ്? ദ പെൻ ഓൺ ദ ടേബിൾ ഈസ് മൈൻ. ഏത് പേനയാണ് നീനയുടേത്? മേശപ്പുറത്തുള്ള പേനയാണ് എന്റേത്. അതായത് വിച്ച് പെൻ ഈസ് റിദാസ്? ഏത് പേനയാണ് ഹൃദയുടേത്? ബോക്സിലുള്ള പേനയാണ് ഹൃദയുടേത്. പിന്നെ എലിസിറ്റ് മോർ എക്സാമ്പിൾ ആസ് ഇൻ ദ ഫോളോയിങ് പാറ്റേൺ. ദ ബോയ് നിയർ ദ ഷോപ്പ് ഈസ് കൃഷ്ണ. ദ മാൻ ഇൻ ദ കോർണർ ഈസ് രാജു. ദ വുമൺ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗാർഡൻ ഈസ് റീന. In each of the above sentences, the words underlined help us to identify the nouns preceding them and hence they are called adjective phrases. ഓരോ വാക്യത്തിന്റെ അടിയിലും വരച്ചിരിക്കുന്ന വാക്കുകൾക്ക് അവയ്ക്ക് മുമ്പ് വരുന്ന നാമങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതിനെയാണ് വിശേഷണ വാക്യങ്ങൾ, അതായത് അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസസ് എങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നേ? ചെറുതായിട്ടൊന്ന് മനസ്സിലാവാനുള്ള പോലെ ഉണ്ട്, അതുകൊണ്ടാണേ. മിസ്സേ എനിക്ക് അറിയില്ല മിസ്സേ പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, പറയാട്ടോ. നെക്സ്റ്റ് ആരെ ക്ലാസ് എടുക്കുന്നേ? പ്രസീതയാണ് മാം. പ്രസീത ടോപ്പിക് ആണ്, ക്ലോസ് ആണോ? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് മാം, ക്ലോസ് ആണ്. ക്ലോസ് ആണ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. പ്ലീസ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ, അതിനുശേഷം ക്ലോസ് കേട്ടോ. എന്താണ് മാം? അഡ്ജക്റ്റീവ് ഫ്രേസ് ഞാനൊന്ന് ക്ലിയർ ചെയ്ത ശേഷം ക്ലോസിലേക്ക് പോകാം. ഓക്കെ മാം, ഓക്കെ മാം. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് മനസ്സിലായത് എന്താണ്? അഡ്ജക്റ്റീവ് എന്താണ്, ആട്രിബ്യൂട്ടീവ് എന്താണ്, സോറി പ്രെഡിക്കേറ്റീവ് എന്താണെന്ന് ക്ലിയർ ആയി അല്ലെ? ഓക്കെ, നെക്സ്റ്റ് അഡ്ജക്റ്റീവ് ഫ്രേസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒരാള്, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരാളെ കുറിച്ച് നമ്മൾ മോഡിഫൈ ചെയ്ത് പറയുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ? മീര എന്ന് എടുക്കാം, മീര ഇസ് ബ്യൂട്ടിഫുൾ വേർഡ് അല്ലെ? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. ഇതുവരെ ക്ലിയർ ആണ് അല്ലെ? അപ്പൊ മീരയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മീര ബ്യൂട്ടിഫുൾ ആണ്, അവൾ നല്ല ഇന്റലിജന്റ് ആണ്, സ്മാർട്ട് ആണ് അല്ലെ? അവൾ നന്നായിട്ട് പാട്ട് പാടും, ഇതൊക്കെ പറയാലോ. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം അഡ്ജക്റ്റീവ് അല്ലേ? ഇതെല്ലാം അഡ്ജക്റ്റീവ് ആണ്. ഒരിക്കലും ഇതിന് മലയാളം പറയണ്ട കേട്ടോ, നാമവിശേഷണം ഒന്നും പറയണ്ട, ഇംഗ്ലീഷ് മാത്രം പറയൂ കേട്ടോ. കാരണം പണ്ട് ഇങ്ങനെ പഠിക്കുന്നതാണ് നാമവിശേഷണം, പക്ഷെ ഇതുവരെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് പണ്ട് ഇംഗ്ലീഷ്. അപ്പോ ഞാൻ മീരയെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യം പറഞ്ഞല്ലേ? അതൊക്കെ എന്താണ്? മീരയെ നമ്മള് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ? കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. അപ്പൊ വേർഡ്സ് എല്ലാം എന്താണ്? അഡ്ജക്റ്റീവ് അല്ലെ? അപ്പൊ ഒരുപാട് ഒന്നിൽ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോ അതെന്തായിട്ട് മാറും? അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് മാറും. ഫ്രേസ് എന്താണ്? ഒരു കൂട്ടം, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഫ്രേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എ ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവിന്റെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ അതെന്താണ്? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അപ്പൊ മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ഷീ ഈസ് ഓൾസോ സ്മാർട്ട് അല്ലേ? മീര ഈസ് ബ്യൂട്ടിഫുൾ, സ്മാർട്ട്, ഇന്റലിജന്റ് ഗേൾ എന്ന് പറഞ്ഞാലും എന്താണ്? നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവൾ ബ്യൂട്ടിഫുൾ ആണ്, അവൾ സ്മാർട്ട് ആണ്, അവൾ ഇന്റലിജന്റ് ആണ്. അപ്പൊ ഇത്രയും 3 വേർഡ്സ് വെച്ചിട്ട് ഒരാളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് എന്തായിട്ട് മാറി? ഫ്രേസ്. ഓക്കെ, ഓക്കെ, അത് ചോദിച്ചു. പനിയാണെന്ന് ചോദിച്ചു. പനിയാണ് കേട്ടോ. പനി ഇപ്പൊ ഇല്ല, കുറഞ്ഞു, പക്ഷെ ചുമയുണ്ട്. അതുകൊണ്ട് ഒരുപാട് ക്ലാസ് എടുക്കുമ്പോ പെട്ടെന്ന് ചുമ വരും, അതുകൊണ്ടാണ്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് മനസ്സിലായാലോ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വരുമ്പോൾ വരുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. എല്ലാവരും ക്ലാസ് എടുത്തതിനു ശേഷം നമുക്ക് ഞാൻ കുറച്ച് നോട്ട്സ് ആണെങ്കിൽ ഒക്കെ തരാം. അവർ തരുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. കാരണം അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരണം. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയ കുറച്ച് ഡൗട്ട്സ് ഓക്കെ. അപ്പൊ ബാക്കി ടീച്ചേഴ്സിന്റെ ക്ലാസ് അഡ്ജക്റ്റീവ് ഫ്രേസ് മനസ്സിലായി അല്ലെ? ക്ലിയർ ആണ്? മാം, എനിക്ക് ഒന്നും കൂടി ക്ലിയർ ആവാണ്ട്. കാരണം നമ്മുടെ ടെക്സ്റ്റില് അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമുക്ക് സെന്റൻസിൽ കാണിച്ചത്. അതായത് ഇപ്പോ ഓൺ ദ ടേബിൾ അല്ലെങ്കിൽ നിയർ ദ ഷോപ്പ്, ഇൻ ദ കോർണർ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ മാം പറഞ്ഞു അഡ്ജക്റ്റീവ്സിന്റെ ഒരു കൂട്ടത്തെയാണ് അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് കണക്ട് ആയില്ല. ടെക്സ്റ്റില് നിങ്ങളിപ്പോ തൽക്കാലം ടെക്സ്റ്റിൽ നോക്കണം. ടെക്സ്റ്റിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒക്കെ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. അതായത് ദ ബോയ് നിയർ ദ ഷോപ്പ് ഈസ് കൃഷ്ണ. അതായത് ഷോപ്പിൽ കൃഷ്ണ എന്നാണ് പറഞ്ഞത്.
കൃഷ്ണയെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അല്ല നിയർ ദ ഷോപ്പ് ആണ് ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് പറയുന്നത്, ഷോപ്പിനടുത്ത്. അപ്പൊ ഒരുപാട് വെച്ചിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, അടുത്താണ്, ഷോപ്പിനടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിലാണെന്നല്ല പറഞ്ഞ, ഷോപ്പിനടുത്താണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് വരുന്നത്. നിങ്ങള് ടെക്സ്റ്റ് തൽക്കാലത്തിൽ ടെക്സ്റ്റ് നോക്കണ്ട, ഇതിനെ പഠിക്കൂ. ലുബ്നയെ കുറിച്ചിട്ട് ലുബ്ന ഒരു നല്ല കുട്ടിയാണെന്ന് മാത്രം പറയുന്നതാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. അല്ലാതെ ലുബ്നയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്താണ്, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണെന്ന് മാത്രം മനസ്സിലാക്കൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? മിസ്സേ, ഞാൻ ടെക്സ്റ്റ് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് പറയട്ടെ, അടയാളങ്ങളെ പറ്റി പറയുന്നതാന്ന് വിചാരിച്ചത്. ഇപ്പൊ ഇന്നൊരാൾ ഇന്ന അടുത്ത് നിൽക്കുക അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതാന്ന് എനിക്ക് തോന്നിയത്. ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞു, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ക്ലാസ്സിലൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് നോക്കുക, പക്ഷെ അല്ലാതെ നിങ്ങൾ അതിനെ കുറിച്ച് കുറച്ചുകൂടെ റിഫർ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഞാൻ ഒന്നുകൂടെ എടുക്കാം കേട്ടോ, ഇപ്പോഴേക്കും അധികം സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല, ചുമ വരുന്നുണ്ട്. അപ്പൊ അടുത്ത ആള് ക്ലാസ് എടുക്കട്ടെ കേട്ടോ. എന്താണ് ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ടില്ല ഒന്നും വിചാരിക്കേണ്ട, നമുക്ക് പതുക്കെ ക്ലാസ് എടുത്ത് പോകാം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, ബാക്കിയെല്ലാവരും ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കും. ഓക്കെ, അതൊക്കെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആകും. അതുകൊണ്ടാണ് പറയുന്നത് അവരോട് തന്നെ ചോദിക്കുക. ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ച് ക്ലിയർ ചെയ്യാതിരിക്കില്ല കേട്ടോ. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കാം. എല്ലാവരും ടീച്ചേഴ്സ് ആണ്. ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഇപ്പൊ വലിയ സ്റ്റുഡൻസ് ആണ് അല്ലെ. പക്ഷെ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന അങ്ങനെയല്ല, കുഞ്ഞു മക്കളെയാണ്. ഒരുപാട് ഡൗട്ട്സ് വരും. നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഡൗട്ട്സ് ചോദിക്കും. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടേ നമുക്ക്? ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ അവരോട് തന്നെ ചോദിക്കും. നെക്സ്റ്റ് പ്രസീതിയാണ് ക്ലാസ് എടുക്കുന്നത്, ക്ലോസിനെ കുറിച്ചിട്ടാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഏതൊരു ഡൗട്ട്സും ക്ലിയർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പ്രസീത ഓക്കെ ആയിരിക്കണം. ഓക്കെ, സപ്പോസ് അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലാണെങ്കിൽ നമുക്കത് ഒന്നുകൂടെ നമുക്ക് ഒരു ടോപ്പിക് തരാം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എന്റെ ഫസ്റ്റ് ക്ലാസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭയങ്കര ടെൻഷൻ അടിച്ചെടുത്തെ. എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ പഠിക്കുന്നതും എക്സ്പീരിയൻസിൽ നിന്നാണ്. അതാരും മറക്കരുത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നെക്സ്റ്റ് പ്രസീത കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. യെസ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ അഡ്ജക്റ്റീവ് ആണ് ടുഡേയ്സ് ടോപ്പിക്. അഡ്ജക്റ്റീവിനെ കുറിച്ചും അഡ്ജക്റ്റീവ് ഫ്രേസിനെ കുറിച്ചും ഫ്രണ്ട്സ് എടുത്തു. എൻ്റെ ടോപ്പിക് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അഡ്ജക്റ്റീവ് മീൻസ് സിംപ്ലി നമുക്കറിയാം, ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന, ക്വാളിഫൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വേർഡാണ് അഡ്ജക്റ്റീവ്. അത് ഫ്രേസസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് വിളിക്കും. സിംഗിൾ വേർഡ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. ഇനി ക്ലോസുകളാണ് ഒരു നെയിമിനെ, ഒരു നൗണിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ എന്താ ക്ലോസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. Clause is a group of words containing a subject and a verb, forming either a complete sentence or a part of a more complex one. ഒരു വലിയൊരു 2-3 സെന്റൻസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ പാർട്ടായിട്ടാണ് ഈ അഡ്ജക്റ്റീവ് ക്ലോസുകൾ വരാറുള്ളത്. അഡ്ജക്റ്റീവ് ക്ലോസിന്റെ പ്രത്യേകത വെച്ചാൽ അതിന് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും. അങ്ങനെയുള്ള സെന്റൻസിനെയാണ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ അതിന്റെ മീനിങ് മേ ബി കംപ്ലീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലാതെ ആയിരിക്കാം. മീൻസ് മീനിങ് കംപ്ലീറ്റ് ആയിക്കൊള്ളണം എന്ന് ഇല്ല ഈ ക്ലോസിന്റെ കേസിൽ. അപ്പോൾ ക്ലോസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ ഈ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ ക്ലോസുകളെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സിനെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കും. ഫസ്റ്റ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നുള്ള സിംഗിൾ വേർഡ് കൊണ്ട് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തു. അപ്പൊ അത് ജസ്റ്റ് അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ പറഞ്ഞ് സിമ്പിളായിട്ട് വിട്ടു. പിന്നെ നെക്സ്റ്റ് ഫ്രേസസ് ആണ് യൂസ് ചെയ്തത്. അതും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, അതൊരു ഫ്രേസസ് ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗാർഡൻ, പിന്നെ ഇൻ ദ കോർണർ, അങ്ങനെ ഫ്രേസസ് യൂസ് ചെയ്തത് കൊണ്ട് അതിനെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് വിളിച്ചു. ഇനി നമ്മളിവിടെ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ കേസിൽ ക്ലോസസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ക്ലോസസ് ആർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് കണ്ടെയ്ൻസ് എ സബ്ജക്ട് ആൻഡ് എ വെർബ്. ഒരു സബ്ജക്റ്റും ഒരു വെർബും അടങ്ങിയിട്ടുള്ള ഒരു സെന്റൻസിനെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു നൗണിനെ
ഡിസ്ക്രൈബ് ചെയ്യാനോ ക്വാളിഫൈ ചെയ്യാനോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ക്ലോസുകളെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലോസിന്റെ പ്രത്യേകതയും പറഞ്ഞു. അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും, അത് പാർട്ട് ഓഫ് എ സെന്റൻസ് ആയിരിക്കും, ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ പാർട്ടായിരിക്കും ഈ ക്ലോസസ് വരുന്നത്. പിന്നെ ഈ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ പെട്ടെന്ന് നമുക്കൊരു സെന്റൻസിൽ അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ അതിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഇറ്റ് ഈസ് എ ഡിപ്പെൻഡന്റ് ക്ലോസ്. ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ അതൊരു ഡിപ്പെൻഡന്റ് ആണ്. ഞാൻ പറഞ്ഞു മീനിങ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും ചിലപ്പോൾ ഈ ക്ലോസുകളുടെ. അതുകൊണ്ട് തന്നെ അവര് ഒരു മെയിൻ സെന്റൻസും ഉണ്ടാവും, ഒരു ക്ലോസും ഉണ്ടാവും അതിന്റെ കൂടെ. അപ്പൊ ഈ മെയിൻ സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലോസ് നിൽക്കുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ, ഹി ഈസ് എ മാൻ ഹൂസ് ഒപ്പീനിയൻ ഐ റെസ്പെക്ട്. ഈ സെന്റൻസിൽ നോക്കൂ, ഹി ഈസ് എ മാൻ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അതിന്റെ കൂടെ വരുന്ന ഹൂസ് ഒപ്പീനിയൻ ഐ റെസ്പെക്ട് എന്ന് പറയുന്നത് അതിൽ ഹൂസ് മുതലുള്ള പാർട്ട് അതാണ് ക്ലോസ് ആയിട്ട് വരുന്നത്. ഈ ഹൂസ് നമ്മൾ ഈ മെയിൻ സെന്റൻസിനെയും ഈ ക്ലോസിനെയും ജോയിൻ ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്നത് ഒരു റിലേറ്റീവ് പ്രോനോണിനെയോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് അഡ്വർബിനെയോ ആണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊതുവെ അഡ്ജക്റ്റീവ് ക്ലോസുകളെ മെയിൻ സെന്റൻസുമായിട്ട് അറ്റാച്ച് ചെയ്യാറ്. പ്രസീദ് ആ റേഞ്ച് നോക്കണോ കേട്ടോ. എന്താണ് മാം? കേട്ടില്ല മാം. റേഞ്ച് ചെക്ക് കുറച്ച് സ്റ്റക്ക് ആയിരുന്നു കേട്ടോ. സ്റ്റക്ക് ആവുന്നില്ല. ഇപ്പോഴും കേൾക്കുന്നില്ല മാം, ബ്രേക്ക് ആണ് വോയിസ്. ഓക്കെ. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ അല്ലെങ്കിൽ റിലേറ്റീവ് അഡ്വർബിനെ യൂസ് ചെയ്തിട്ടാണ് ഈ ക്ലോസസിനെ മെയിൻ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്. ഇത് 5 വെച്ചിട്ടാണ് നമ്മൾ ക്ലോസിനെ മെയിൻ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യണതെങ്കിൽ അത് ഇവര് റിലേറ്റീവ് പ്രോനൗൺ ആണ്. ആ റിലേറ്റീവ് പ്രോനൗൺ വെച്ച് കണക്ട് ചെയ്യുന്നതും അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അതുപോലെ റിലേറ്റീവ് അഡ്വർബ് യൂസ് ചെയ്തിട്ടും ഈ ക്ലോസുകളെ മെയിൻ സെന്റൻസുമായിട്ട് അറ്റാച്ച് ചെയ്യാറുണ്ട്. റിലേറ്റീവ് അഡ്വർബ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ വെൻ, വേർ, വൈ, ഇത് മൂന്നുമാണ് റിലേറ്റീവ് അഡ്വർബ്. അപ്പോൾ നമ്മൾ ഞാൻ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ പ്രത്യേകത പറഞ്ഞു, അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അതായത് അതിന്റെ മീനിങ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഒരു സബ്ജക്റ്റും ഒരു വെർബൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ മീനിങ് മേ ബി കംപ്ലീറ്റ് ആയിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്ലോസ് ആയിരിക്കും നമ്മൾ ഈ അഡ്ജക്റ്റീവ് ക്ലോസിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് ഡിപ്പെൻഡന്റ് ആയിരിക്കും, അതായത് മെയിൻ സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ അഡ്ജക്റ്റീവ് ക്ലോസ് നിൽക്കുന്നുണ്ടാവുക. ഈ അഡ്ജക്റ്റീവ് ക്ലോസിനെ മെയിൻ സെന്റൻസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോനോണോ റിലേറ്റീവ് അഡ്വർബോ യൂസ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്യാറുള്ളത്. റിലേറ്റീവ് പ്രോനോൺ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, ഇവരൊക്കെയാണ് റിലേറ്റീവ് പ്രോനോൺസ്. ഈ റിലേറ്റീവ് പ്രോനോൺസ് വെച്ച് അഡ്ജക്റ്റീവ് ക്ലോസിനെ മെയിൻ സെന്റൻസുമായിട്ട് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ റിലേറ്റീവ് അഡ്വർബ് യൂസ് ചെയ്തിട്ട് അഡ്ജക്റ്റീവ് ക്ലോസിനെ മെയിൻ സെന്റൻസുമായിട്ട് അറ്റാച്ച് ചെയ്യാം. റിലേറ്റീവ് അഡ്വർബ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, വെൻ, വേർ ആൻഡ് വൈ. ഇത് മൂന്നാണ് റിലേറ്റീവ് അഡ്വർബ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഡിപ്പെൻഡന്റ് ക്ലോസിന്റെ പ്രത്യേകതകൾ പറഞ്ഞത്. ഞാൻ എക്സാമ്പിൾസ് മാം ഷെയർ ചെയ്യാൻ പറ്റും മാം, ഫോട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മാം, എക്സാമ്പിൾസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. കാണുന്നുണ്ടോ സ്ക്രീന്? ഇല്ല, ബ്ലാങ്ക്. ഒരു സെക്കൻഡ്.
ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല അല്ലെ? സ്ക്രീൻ ഷെയറിങ് എങ്ങനെയാന്ന് അറിയുന്നില്ല. മേ ബി അതായിരിക്കും ഷെയർ ചെയ്യാൻ പറ്റും. നേരത്തെ ഒന്ന് വന്നായിരുന്നല്ലോ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് കണക്ട് പറ്റും. എന്താണ്? എക്സാമ്പിൾ നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? യെസ് മാം, യെസ് മാം. ബാക്ക് ക്യാപ്പ് വെച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. ഓക്കെ. ഇപ്പൊ കാണുന്നില്ലേ? യെസ്. ഇവിടെ എക്സാമ്പിൾസ് കാണിച്ചിട്ടുള്ളത് ദ കേക്ക് ദാറ്റ് ഷീ ബോട്ട് വാസ് ഡെലീഷ്യസ്. ഇവിടെ അഡ്ജക്റ്റീവ് ക്ലോസിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ക്ലോസ് ദാറ്റ് ഷീ ബോട്ട്. ഇവിടെ ദാറ്റ് ഷീ ബോട്ട് എന്നുള്ളത് ആണ് ഒരു ക്ലോസ്. അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെർബ് ഉണ്ട്. സോ അതൊരു ക്ലോസ് ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ദാറ്റ് ആണ്. ദാറ്റ് ഷീ ബോട്ട് എന്നുള്ള അഡ്ജക്റ്റീവ് ക്ലോസ് കേക്ക് എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ എങ്ങനെയാണ് അഡ്ജക്റ്റീവ് ക്ലോസ് യൂസ് ചെയ്യുന്നതെന്ന്? ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ ദ പീപ്പിൾ ഹു ലീവ് നെക്സ്റ്റ് ഡോർ ആർ ഗുഡ് നെയ്ബേഴ്സ്. ഇവിടെ ഹു ലീവ് നെക്സ്റ്റ് ഡോർ, ഇവിടെ ലീവ് നെക്സ്റ്റ് ഡോർ എന്നുള്ളതാണ് ഇവിടുത്തെ ക്ലോസ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് ഹു എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തിട്ടാണ് പീപ്പിൾ എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് നെക്സ്റ്റ് എക്സാമ്പിൾ. അതുപോലെ തന്നെ വിച്ച്, വേർ, ഹൂം, ഹൂസ്, വെൻ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗണും റിലേറ്റീവ് അഡ്വർബ്സും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന്. റിലേറ്റീവ് പ്രോനൗൺസ് ഹൂം, ഹൂസ്, ഹൂ, വിച്ച്, ദാറ്റ്, 5 എണ്ണം. ആ റിലേറ്റീവ് പ്രോനൗൺസ് യൂസ് ചെയ്തിട്ട് ക്ലോസിനെ ലിങ്ക് ചെയ്യാറുണ്ട് മെയിൻ പ്രിൻസിപ്പൽ സെന്റൻസ് ആയിട്ട്. നെക്സ്റ്റ് റിലേറ്റീവ് അഡ്വർബ്സും യൂസ് ചെയ്യാറുണ്ട്. പെൻ, വേർ, വൈ, ഇത് 3 റിലേറ്റീവ് അഡ്വർബ്സ്. സോ ഇത് ഇങ്ങനത്തെ റിലേറ്റീവ് അഡ്വർബ്സോ റിലേറ്റീവ് പ്രോനൗണോ യൂസ് ചെയ്തിട്ട് ഒരു ക്ലോസിനെ, ദാറ്റ് മീൻസ് സബ്ജക്റ്റ് ആൻഡ് വെർബുള്ള ഒരു ക്ലോസിനെ മെയിൻ സെന്റൻസിലുള്ള നൗണിനെ വിശേഷിപ്പിക്കാൻ, ക്വാളിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോസസ് ആണ് അഡ്ജക്റ്റീവ് ക്ലോസ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു മാം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ആരെങ്കിലും ക്ലാസ് എടുക്കാനുണ്ടോ? നെക്സ്റ്റ് ഇനി ക്ലാസ് എടുക്കുന്നുണ്ടോ? Hello, ma'am. Vidya. ഓക്കെ വിദ്യ, Okay, ma'am. So, respected teacher and dear friends, good afternoon to all. So, today, how are you all? Fine, ma'am. I'm good. Thank you. So, okay. So, today we are going to do last part of our lesson. Okay. So, what is adjective?
So the exercise on adjective phrases and adjective clauses. Okay, so let's see how much you have understood. Okay, so this is the last part of our lesson. So I want more interaction. So let's make this part full of interaction, full of fun and full of interactions. Okay, so when I am asked question, you should respond it. Okay, let's start. Okay, thank you. So I begins with small recap game. Okay, so ഞാൻ പറഞ്ഞു പ്രസീത ചേച്ചി മിസ് ചേച്ചി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്ജക്റ്റീവ് ഫ്രേസസ് ഒക്കെ അല്ലേ. സോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹു റിമെമ്പർ വിത്ത് ആൻ അഡ്ജക്റ്റീവ് ക്ലോസ് ബിഗിൻസ് വിത്ത്? എങ്ങനെയാണ് ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതൊക്കെ വേർഡ്സ് ആണ്? Can anyone tell? Hello guys. Adjective clause begins with ഏതൊക്കെ വേർഡ്സ് ആണ്? Yeah, who, whom, whose, which, that. Whom, where. then verb who, whom, whose, which, that. അങ്ങനെയാണ് begin ചെയ്യുന്നത് adjective clause. Then can anyone give small example of what is adjective phrase? Adjective phrase ന് ഒരു എക്സാമ്പിൾ പറയാമോ? ചെറിയ സെന്റൻസ് ഞാൻ പറയാട്ടോ. I can tell. So the girl in the blue dress is dancing. The girl in the blue dress is dancing. So അവിടെ noun ഏതാണ്? Girl അല്ലേ? അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്തെന്ന്? ബ്ലൂ ഡ്രസ് ഇസ് ഡാൻസിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ അവിടെ അതൊരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. കാരണം അഡ്ജക്റ്റീവ് ഫ്രേസ് എന്നാൽ എന്താണ്? ഡിസ്ക്രൈബ് ചെയ്യും, പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? സബ്ജക്റ്റ് വെർബ് ഉണ്ടാവില്ല. പക്ഷെ തിരിച്ച് അഡ്ജക്റ്റീവ് ക്ലോസിൽ എന്താണ്? അവിടെ സബ്ജക്റ്റ് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യും, പക്ഷെ സബ്ജക്റ്റ് വെർബും അഡ്ജക്റ്റീവ് ക്ലോസിൽ ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. സോ നെക്സ്റ്റ്, ഹു ക്യാൻ ടെൽ മീ ദ adjective clauses? Adjective clauses എന്താണ് adjective clause? പറഞ്ഞത് തന്നെയാണ്, ആരെങ്കിലും ഒന്ന് പറയാവോ? What is adjective clause? Adjective clause of word which contains subject or verb. Yeah, it is describe the noun. It has subject and noun itself. Okay, so I hope you all remember it well. So let's start ചെയ്യാം. നമുക്ക് എക്സസൈസിൽ പോവാം. ഫസ്റ്റ് എക്സസൈസ്. ഏത് ടോപ്പിക് എടുക്കുന്നത്? ഞാൻ എക്സസൈസ് പാർട്ടാണ്, ലാസ്റ്റ് പാർട്ടാണ് മെൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനില്. ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് സെന്റൻസ് ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലേ. ഞാൻ PPT ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. One minute, ma'am. ആവുന്നില്ല.
ക്ലാസ്സിൽ നിന്ന് ഞങ്ങളുടെ ടീച്ചർ ഇറങ്ങിപ്പോയെ. ഓക്കെ ആവുന്നുണ്ടോ? പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് കാണിക്കാം. കാണുന്നില്ലേ? ഹലോ മാം. കാണാൻ ദിവ്യ പറഞ്ഞോളൂ കേട്ടോ. So I hope you all remember it well. So now we are moving to exercise part. ക്ലിയർ ആവുന്നില്ല. വേറെന്തോ സൗണ്ട് കേൾക്കണം. ഫാനിന്റെ ആണോ എന്താന്നറിയില്ല. എന്തോ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. സൗണ്ട് പുറത്താട്ടോ. So now we will identify the first part of exercise. So now we identify the adjective clauses and adjective phrases in the sentences. Okay. So I will read each sentences. You listen carefully. Then you tell me the answer. Present ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാട്ടോ PPT. അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ മാം? മാം കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാൻ വിദ്യ, പക്ഷേ സൗണ്ട് വരുന്നുണ്ട് ഒരുപാട്. അതെയോ? വിദ്യ പറ്റുവാണെങ്കിൽ ആ സെന്റൻസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തത് കേട്ടോ. ടൈപ്പ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? ഇപ്പൊ ഓക്കെ ആണ് മാം? ദിവ്യ കുറച്ച് സൗണ്ടിൽ സംസാരിക്കും കേട്ടോ. Okay, ma'am. So now we will identify the adjective clauses and adjective phrases in the sentences. So I read each sentences. You listen carefully and tell the answer. Tell me the answer. Okay. First exercise aane. So I read the first question. Option A. This is the boat that James built. Ma'am, exercise part ഒന്ന് കാണിക്കാവോ? ഫസ്റ്റ് എക്സസൈസ് കണ്ടില്ലേ? ഓപ്ഷൻ എ. ഇതിൽ നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസസ് ഏതാണ്, അഡ്ജക്റ്റീവ് ക്ലോസസ് ഏതാണെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഓപ്ഷൻ എ, ദിസ് ഈസ് ദ ബോട്ട് ദാറ്റ് ജെയിംസ് ബിൽറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെൽഫായിട്ട് ചോദിച്ചു നോക്കാം. എന്താണ്? വിച്ച് ബോട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? ഇവിടെ ഏത് ബോട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജെയിംസ് ബിൽറ്റ്. ദ ജെയിംസ് ബിൽറ്റ് എന്നുള്ള സെന്റൻസ് ഉണ്ട് അല്ലേ? സോ ദ വേർഡ് ജെയിംസ് ബിൽറ്റ് വിച്ച് ബോട്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബോട്ട് എന്താണ് അവിടെ? നൗൺ ആണ് അല്ലെ? അവിടെ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ സബ്ജക്റ്റ് വെർബോ ഇല്ലെങ്കിൽ അത് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആണ് അഡ്ജക്റ്റീവ് ക്ലോസ്. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യും, സബ്ജക്റ്റീവ് ക്ലോസും ഉണ്ടെങ്കിൽ എന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഇവിടെ എന്താണ്? സബ്ജക്റ്റ് ഉണ്ട്. ഏതാണ്? ജെയിംസ് എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. ബിൽറ്റ് എന്നുള്ളത് വെർബ് ആണ്. സോ സബ്ജക്റ്റും വെർബും ഉണ്ട്, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ക്ലിയർ അല്ലേ? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് കേട്ടോ അത്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ബി. ആരെങ്കിലും ട്രൈ ചെയ്യോ? സെക്കൻഡ് വൺ. The Who girl wants to try this one? the girl on the right side in Ritik. The girl on the right side is Ritik. അല്ലേ? സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യും? ഇതില് നമ്മൾ സെൽഫായി ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. എന്ത്? വിച്ച് ഗേൾ ആർ വി ടോക്കിംഗ് അബൌട്ട്? ഏത് ഗേളിനെ കുറിച്ച് അവിടെ പറയുന്നത്? ദ റൈറ്റ് സൈഡ് ഈസ് ഋതിക് അല്ലേ? സോ അങ്ങനെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സെന്റൻസ് കണ്ടാൽ നമ്മൾ നോക്കാം സബ്ജക്റ്റ് ഉണ്ടോ വേർബ് ഉണ്ടോ നോക്കാം. അതിലുണ്ടോ സബ്ജക്റ്റ് വേർബ് ഉണ്ടോ? വേർബ് ഇല്ലല്ലോ അതില്, വേർബ് ഇല്ല. സോ നമുക്ക് ആ വേർബ് ഇല്ലാന്ന് മനസ്സിലായതും നമ്മൾ എന്താണത്? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതായത് the word on the right side describe the noun girl. The right side
എന്നുള്ളത് നൗൺ ആയിട്ടുള്ള ഗേളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ നൗണിനെ. അവിടെ വേർബോ സബ്ജക്റ്റോ വരുന്നില്ല. സോ ദാറ്റ് ഇസ് വൈ അവിടെ എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ, സോ അഡ്ജക്റ്റീവ് ഫ്രേസ് ഡസ് നോട്ട് ഹാവ് സബ്ജക്റ്റ് ഓർ വേർബ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ സി. ഇതിന്റെ ഫ്രേസ് ഓൺ ദ റൈറ്റ് സൈഡ് എന്നുള്ളത് ഫ്രേസ് ആണ്. അതെ അതെ, no relative pronoun or relative adverb, so it is a adjective phrase. അങ്ങനെ yeah, correct. Okay, so next one, who is trying this one? Third one, can anyone? Don't worry if you make mistake. The girl who cleaned the room is Geeta. Yeah, the girl who cleaned the room is Geeta. അല്ലേ? അപ്പൊ അവിടെ എന്താണ് വേർബ് വന്നു? ക്ലീൻഡ് പറഞ്ഞ എന്താണ്? ക്ലീൻഡ് എന്ന് പറഞ്ഞ വെർബാണ്. വെർബ് ഉണ്ടായതുകൊണ്ട് അഡ്ജക്റ്റീവ് വേർബ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് പറയാൻ പറ്റും. ആ സെന്റൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഞാൻ ഒരു കാര്യം, നമുക്ക് അതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് റിലേറ്റീവ് പ്രോനൗൺ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് ആക്കിയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പം തോന്നുന്നത് അങ്ങനെയാണ്. വായിക്കുമ്പോ എല്ലാത്തിലും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് പഠിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. വേർബ് ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആവത്തില്ല. പക്ഷെ റിലേറ്റീവ് പ്രോനൗൺ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ട് അത് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എക്സസൈസ് നെക്സ്റ്റ് വൺ അതാണ്. എനിക്ക് തോന്നിയ കുറച്ചും കൂടി സിമ്പിൾ അതായെന്ന് തോന്നി. ഓക്കെ, റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ പോർഷൻ ഒന്ന് കഴിയട്ടെ, ഫസ്റ്റ് എക്സസൈസ്. സോ അതെന്താണ് അപ്പോ? അപ്പൊ ഇഫ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് who, which, that, it tells more about noun. Okay, അവിടെ നൗണിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് അഡ്ജക്റ്റീവ് ക്ലോസ്. സോ നെക്സ്റ്റ് ഓപ്ഷൻ ഡി, there is a woman who brought the letter. There is a woman who brought a letter. അപ്പൊ ഇത് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ? ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. കറക്റ്റ് ആണ് അല്ലേ? The woman who brought a letter അല്ലേ? The word who brought a letter നൗണായ വിമണിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? വിമൺ brought a letter എന്ന് പറയുന്നുണ്ട്. ലെറ്റർ വാങ്ങിച്ചു, അവിടെ വേർബ് വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് അഡ്ജക്റ്റീവ് ക്ലോസ്. ഓക്കെ, then ഓപ്ഷൻ ഇ, this is the mother who visited the church yesterday. അപ്പോൾ നമ്മൾ സെൽഫായി ചോദിക്കും which mother? The mother who visited the church yesterday. ഇന്നലെ ചർച്ചിലേക്ക് പോയി എന്നുള്ള വേർബ് വന്നതുകൊണ്ട് എന്താണ്? അതും അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഈസി ആവുന്നുണ്ടല്ലേ? ഇങ്ങനെ പറയുമ്പോൾ ഈസി അല്ലേ മനസ്സിലാവാൻ? വേർബ് വെച്ച് പറയുമ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. സെന്റൻസിലൊക്കെ പെട്ടെന്ന് ഹൂ അങ്ങനെ ഹൂ ചെയ്യാൻ ക്ലിയർ ആവണില്ല പ്രിസിദ്ധ ചേച്ചി. റിലേറ്റീവ് പ്രോനൗണോ റിലേറ്റീവ് അഡ്വർബിനെയോ സെന്റൻസിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഈസി മെത്തേഡ് എന്ന് തോന്നി. വെർബ് ഉണ്ടോ സബ്ജക്റ്റ് ഉണ്ടോ എന്ന് തിങ്ക് ചെയ്യുന്നതിനേക്കാളും ആ സെന്റൻസിൽ എവിടെയെങ്കിലും ദാറ്റ്, ഹൂ, വേർ, വെൻ, ഹൂ, വെൻ, വേർ, വൈ അങ്ങനത്തെ വല്ല റിലേറ്റീവ് പ്രോനൗൺസോ റിലേറ്റീവ് അഡ്വർബ്സോ ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക്. Thank you. So next option F ആണ്. The office on the right side of the road is mine. ഇന്ന് സെന്റൻസ് കാണുമ്പോൾ എങ്ങനെയാണ് അത് എങ്ങനെ പറയാ? അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്നുള്ളത്? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ് കേട്ടോ അത്. അതായത് which office നോക്കുമ്പോൾ the office on the right side of the road, the word on the right side of the road എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗൺ ആയിട്ടുള്ള ഓഫീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അവിടെ വേർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണെന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. We have done the first part of the exercise. So next, so keep revising an adjective phrases and adjective clauses. Okay, next part എന്ന് പറയുന്നത് supplying the missing relative in the following sentences. ഇതിൽ റിലേറ്റീവ് പ്രൊനൗൺ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ റിലേറ്റീവ് പ്രൊനൗൺ ആണ്. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ?
relative pronoun എന്ന് പറയുമ്പോൾ it helps to join two ideas. Okay. Ideas or clauses and gives more information about noun. അതാണ് relative pronoun എന്ന് പറയുന്നത്. So relative pronouns like ഏതൊക്കെയാവും? Who, whom, whose, which, that. Yes, ma'am. Time. നമുക്ക് ഈ എക്സസൈസിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. അഡ്ജക്റ്റീവ് എന്താണ്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്, കുറച്ചുകൂടി ടെക്സ്റ്റിൽ നോക്കട്ടെ, ഒന്ന് സ്ക്രീൻ പ്രസന്റ് ചെയ്ത് നോക്കട്ടെ, സമയമില്ല അല്ലേ? അല്ല, അത് കണ്ടിന്യൂ ചെയ്യാം. ഒരു ദിവസം കൂടെ ഞങ്ങൾ ഒരു ചാപ്റ്റർ തീർത്തു. കൊള്ളാം. അതെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്ന വിചാരിച്ചു മാം. അത് പെട്ടെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് ടൈം എടുത്തോളൂ കേട്ടോ. കാരണം ഡൗട്ട്സ് ഇനിയും ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർ ചോദിക്കാത്തായിരിക്കാം മേ ബി. കാരണം അഡ്ജക്റ്റീവ് എന്താണ്, ഫ്രേസ് എന്താണ്, ക്ലോസ് എന്താണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾസോ എക്സസൈസോ ഒന്നും എടുക്കാതെ തന്നെ പുറത്തുനിന്ന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് വരും. എല്ലാവരും പറ്റുവാണെങ്കിൽ വിദ്യ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ മാം, പറയാം. ക്ലോസ് അഡ്ജക്റ്റീവ് എന്താണിത്, ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഒരുപാട് അത്യാവശ്യം നന്നായിട്ട് എക്സാമ്പിൾസ് ആയിട്ട് വരും. ഓക്കെ, ടെക്സ്റ്റ് കൂടുതൽ ടെക്സ്റ്റിൽ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ടെക്സ്റ്റ് വിട്ടേക്കും. അല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഒരിക്കലും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. അത് പ്രതീക്ഷിക്കേ വേണ്ട. കാരണം നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് എന്ന് കോമൺ ആയിട്ട് കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. പുറത്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അല്ലെ, മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, ക്ലാസ് എടുക്കുക കേട്ടോ. വീട്ടിൽ നന്നായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എങ്കിൽ ഞാനത് പറഞ്ഞുതരാം. കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം, റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത്. കാരണം അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്, ഇതിലും കൺഫ്യൂസിങ് ആകും. അത് ഞാൻ പിന്നീട് പറയാം. അതുകൊണ്ട് വേറെ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുക. എല്ലാവരും നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്, ഫ്രേസ്, ക്ലോസും ടെക്സ്റ്റ് മാത്രമല്ലാതെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും റെഫർ ചെയ്യാം, കളക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതെല്ലാം സെറ്റ് ആയിട്ട് വരും. ഓക്കെ, ആർക്ക് വേണമെങ്കിലും പറയാം, ക്ലാസ് എടുക്കാം. ഓക്കെ, വിദ്യ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പ്രിപ്പയർ ചെയ്ത് തരാം. ബാക്കി എല്ലാവരും ആർക്കെങ്കിലും ക്ലാസ് എടുക്കണം. ഇപ്പൊ ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടാകാം. സോ അവർക്കെങ്കിലും ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ പ്രസന്റ് ചെയ്യാവുന്നതാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് പോകണ്ട. ഒരു ചാപ്റ്റർ ഒരു ദിവസം കൂടെ തീർന്നിട്ടുള്ള സാമഗ്രിയല്ലേ. ഓക്കെ, അവിടെ സ്ലോലി ക്ലാസ് എടുക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, സൈനോട്ട് പറയാം. ടൈം ആയിട്ടുണ്ട്, സൈനോട്ട് പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്ന് ക്ലാസ് എടുത്ത അശ്വതി മിസ്സിനും പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസസിനെ കുറിച്ച് ക്ലാസ് എടുത്ത വിദ്യ, പ്രസീത, ശ്രീവിദ്യ, വേറെ ഒരാളും കൂടി ഉണ്ടല്ലോ വരെ മിസ്സേ. ഓക്കെ, അവർക്ക് എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ മാം. അപ്പോ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് കുറച്ച് ആക്റ്റീവ് ആവണമെങ്കിൽ സ്റ്റുഡൻസ് കൂടെ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, സ്റ്റുഡൻസ് ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ മിണ്ടില്ല, അത് കേൾക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ മിണ്ടില്ല, റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ടീച്ചേഴ്സിന് എന്ത് തോന്നി, ക്ലാസ് ടീച്ചേഴ്സ് എന്ത് തോന്നി, ശരിയല്ല ഞാൻ പറയുന്നത്. സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അത് ഡൗട്ട് ഇല്ലാത്തോണ്ടാ മിസ്സേ. ഡൗട്ട് ഇല്ലാത്തതുകൊണ്ടാണ്, അത് മനസ്സിലായി. ക്ലാസ് കുറച്ച് മനസ്സിലാവാത്തോണ്ടായിരിക്കാം മേ ബി ഡൗട്ട് ഇല്ലാത്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ടീച്ചേഴ്സ് എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ആയതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അത് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണട്ടോ, കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം എന്ന് തോന്നുന്നു. ഓക്കെ, സോ താങ്ക് യു ആൾ. See you in the next class. Okay, bye. Thank you. Thank you.